ഹായ് മക്കളെ, നമ്മൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം ഗ്രാഫുകൾ ഒരുപാടുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫുകൾ വരുന്നുണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫുകൾ വരുന്നുണ്ട്, അരീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രാഫുകളുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഈ ഗ്രാഫുകൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഒരുപാട് പോസിബിളുമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ആകാറുണ്ട്. സീറോ ഓർഡറിൻ്റെ ഗ്രാഫുകൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫുകൾ ഏതൊക്കെയാണ്, അരീനിയസിൻ്റെ ഗ്രാഫുകൾ ഏതൊക്കെയാണ്, ഗ്രാഫ് ഏതാണെന്നുള്ളതിനൊപ്പം തന്നെ നമുക്കതിൻ്റെ സ്ലോപ്പ് അറിയണം, ഇൻ്റർസെപ്റ്റ് അറിയണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഗ്രാഫുകൾ മാത്രമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ നമ്മൾ തുടങ്ങുന്നത് സീറോ ഓർഡറിൻ്റെ ഗ്രാഫുകളിൽ നിന്നാണ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫുകൾ നമുക്ക് തുടങ്ങാം. സീറോ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 3 ഗ്രാഫുകളാണുള്ളത്. ആ 3 ഗ്രാഫുകളും ഒറ്റ സ്ലൈഡിൽ വരച്ചു തരാം. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ടാകുമല്ലോ. ആ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇക്വേഷൻ ഞാൻ പറയാം. 3 ഇക്വേഷൻസുമാണ്. 3 ഇക്വേഷൻസും 3 ഗ്രാഫുകളും. അതിലൊന്ന് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ഗ്രാഫാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് അല്ലല്ലോ അല്ലേ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഈക്വൽ ടു -KT പ്ലസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫാണ് ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് ടൈം വേഴ്സസ് മോളാർ കോൺസെൻട്രേഷൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ആൻഡ് ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, അവൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് R0 ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് -K ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഗ്രാഫ് ഹാഫ് ലൈഫിൻ്റെ ഗ്രാഫാണ്. T½ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ബൈ 2K അല്ലെ, R0/2K. എങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക? എക്സ് ആക്സിസിൽ നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുക? കോൺസെൻട്രേഷൻ എക്സ് ആക്സിസിലും y ആക്സിസിൽ T½ ആണ്. സോ ഗ്രാഫ് എന്ന് പറയുന്നത് ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഓക്കെ, കാരണം ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് R0ക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണല്ലോ, കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ 2 ഗ്രാഫുകളായേ. ഇനി ഒരു ഗ്രാഫ് കൂടി നിങ്ങൾ സീറോ ഓർഡറിൽ പഠിക്കാനുള്ളൂ. ആ ഗ്രാഫ് നമ്മുടെ റേറ്റ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഒരു സീറോ ഓർഡറിൻ്റെ റേറ്റ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു K. ഇതിലിപ്പോൾ നമ്മൾ എന്ത് ഗ്രാഫാണ് വരയ്ക്കുക? ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാലോ, റേറ്റ് ലോയിൽ കോൺസെൻട്രേഷൻ ഒരു റോളും ഇല്ല. കോൺസെൻട്രേഷൻ നിങ്ങൾ കൂട്ടിയാലും കുറച്ചാലും റേറ്റിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാഫ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷനിൽ ഈ 3 ഗ്രാഫുകൾ പഠിച്ചാൽ നിങ്ങൾ സേഫാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓർഡറാണ്. ഫസ്റ്റ് ഓർഡറിൽ പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഗ്രാഫുകളുണ്ട്, എന്നാലും അത് എളുപ്പമാണ്. നോക്കൂ മക്കളെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഓർഡറിൽ ആക്ച്വലി നമുക്ക് ഒരു 7 ഗ്രാഫ് പഠിക്കാനുണ്ട്. സീറോയിൽ 3 ഉള്ളൂ, ഫസ്റ്റ് ഓർഡറിൽ കുറച്ച് അധികമുണ്ട്. 7 ഗ്രാഫുണ്ട്. അതിൽ പലതും ഒരേ ഇക്വേഷനിൽ തന്നെ പല ഫോമുകളിലേക്ക് മാറ്റിയ ഗ്രാഫുകളാണ്. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ഗ്രാഫുകളല്ലേ നമ്മളിവിടെ വരച്ചേ, 1, 2, 3 അല്ലേ. ഫസ്റ്റ് ഓർഡർ പക്ഷേ 7 ഗ്രാഫുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഗ്രാഫ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ഗ്രാഫാണ്. അതായത് ലോഗ് R അല്ലെങ്കിൽ ln_R ഈസ് ഈക്വൽ ടു -KT പ്ലസ് ln_R0. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? നോക്കൂ, എക്സ് ആക്സിസിൽ ടൈം, y ആക്സിസിൽ ln_R അല്ലെങ്കിൽ ലോഗ് R. ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആണ് അല്ലേ. ഇവിടുത്തെ സ്ലോപ്പ് എന്താ വരിക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -K ആൻഡ് y ഇൻ്റർസെപ്റ്റ് എന്താ വരിക? ln_R0. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് റെഡിയായി. ഇനി ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വരച്ചതുണ്ടല്ലോ, അത് നാച്ചുറൽ ലോഗ് എടുത്തല്ലേ. അതിന് പകരം LOG ലോഗ് എടുത്ത് നോക്കൂ. ഇക്വേഷൻ എങ്ങനെയാണ് ചേഞ്ച് ആവുക? LOG ലോഗ് എടുക്കുമ്പോൾ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഈസ് ഈക്വൽ ടു -KT/2.303 വരും പ്ലസ് ലോഗ് R0. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയല്ലേ നമ്മൾ വരയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുക. ടൈം വേഴ്സസ് ലോഗ് R ആയിരിക്കും അപ്പോൾ വരിക. ലോഗ് R. ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. ഒറ്റ ചേഞ്ചേ ഉള്ളൂ,
സ്ലോപ്പ് എന്ന് പറയുന്നത് -k/2.303 ആവുന്ന ഒറ്റ ചേഞ്ച് ആൻഡ് y ഇന്റർസെപ്റ്റ് ഇസ് log r0. റെഡി? അപ്പോൾ 2 ഗ്രാഫുകൾ സെറ്റായി. ഇനി മൂന്നാമത്തെ ഗ്രാഫ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ? ln r0/r ഈസ് ഈക്വൽ ടു kt എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ടൈം വേഴ്സസ് y ആക്സിസിൽ എന്താ കൊടുക്കുക? ln r0/r നമ്മൾ കൊടുക്കും. ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ ഇവിടെ നമ്മൾ ln r0/r എന്ന് എടുത്താൽ എനിക്കതിനെ log r0/r എന്ന് എടുക്കാം. അപ്പോൾ അടുത്ത ഗ്രാഫ് വരുന്നത് അങ്ങനെയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ഗ്രാഫാണല്ലോ. ഇനി നാലാമത്തെ ഗ്രാഫിലേക്ക് നമ്മൾ പോവാണ്. log r0/r ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? kt/2.303 വരും. റെഡി അല്ലേ? ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ടൈം വേഴ്സസ് ln r0/r പകരം log r0/r ആൻഡ് ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ സ്ലോപ്പ് രണ്ടിലും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് k ആണ്. ഇവിടുത്തെ സ്ലോപ്പ് അപ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കണോടാ? k/2.303 ആയിരിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഗ്രാഫും അടുത്ത ഗ്രാഫും പരസ്പരം കണക്റ്റഡ് ആണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ln മാറി log ആകും. kക്കൊപ്പം ഒരു /2.303 വരുന്നുള്ള ഒറ്റ മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത ഗ്രാഫ് ആക്ച്വലി നമ്മൾ റേറ്റ് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ റേറ്റ് അല്ല, നമ്മൾ കോൺസെൻട്രേഷൻ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ നമുക്കിത് ഇങ്ങനെയും എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് ഇൻറ്റു e⁻kt. ഇതും നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. അവിടെ നമ്മൾ ചെയ്യുക ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഓക്കെ, പരാബോളയാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അടുത്തത് തീർന്നോ? ഇല്ല, നമ്മളിപ്പോൾ ടോട്ടൽ 7 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 5 ആയിട്ടുള്ള 2 ഗ്രാഫും കൂടിയുണ്ട്. അടുത്ത ഗ്രാഫ് ഹാഫ് ലൈഫിൻ്റെ ഗ്രാഫാണ്. t½ ഈസ് ഈക്വൽ ടു 0.693/k. അപ്പോൾ ഹാഫ് ലൈഫിൻ്റെ ഗ്രാഫ് നമ്മൾ എപ്പോഴും കോൺസെൻട്രേഷൻ വേഴ്സസ് t½ ആണല്ലോ വരയ്ക്കുക അല്ലേ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റിയാക്ടൻ്റ് കോൺസെൻട്രേഷനോ ഹാഫ് ലൈഫും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല, ഇൻഡിപെൻഡൻ്റ് ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഒരൊറ്റ ഗ്രാഫ് കൂടിയുണ്ട്. ഏതാ? റേറ്റിൽ വെച്ചുകൊണ്ടുള്ള ഗ്രാഫ്. റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ്. റേറ്റിൽ വെച്ചുകൊണ്ടുള്ള ഗ്രാഫ് നോർമലി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് അല്ലേ നമ്മൾ വരയ്ക്കുക? അതെ, കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഗ്രാഫ് എങ്ങനെയായിരിക്കും? എടാ, റേറ്റും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഇതാണ് 7 ഗ്രാഫുകൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഈ 2 ഗ്രാഫുകളും കണക്റ്റഡ് ആണ്. റെഡി അല്ലേ? ആൻഡ് ഇത് 3 പിന്നെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അരീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫിലേക്ക് പോയാലോ? അതല്ലേ ഇനി ബാക്കിയുള്ളത്? യെസ്, അരീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ്. അരീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫിൽ 2 ഗ്രാഫാണല്ലേ? ആ 2 ഗ്രാഫുകളിൽ ആദ്യത്തെ ഗ്രാഫ് ln k ഈസ് ഈക്വൽ ടു -EA/r ഇൻറ്റു 1/t, അല്ലെങ്കിൽ -EA/RT. അതിനെ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് ln a. ഇതാണ് ആദ്യത്തെ ഗ്രാഫ്. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് വരയ്ക്കുക. അരീനിയസ് ഇക്വേഷൻ്റെ ലോഗരിതമിക് ഫോം അല്ലേ? 1/t എക്സ് ആക്സിസിലും ln k y ആക്സിസിലും പ്ലോട്ട് ചെയ്താൽ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് സ്ലോപ്പ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പ് -EA/r. y ഇന്റർസെപ്റ്റോ ln a. ഓക്കെ, അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഗ്രാഫ് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ LOG ഫോം എടുത്തല്ലേ? അതെ. അപ്പോൾ ln kക്ക് പകരം log k ഈസ് ഈക്വൽ ടു -EA/2.303r ഇൻറ്റു 1/t പ്ലസ് log a. അപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവുക? ആൾമോസ്റ്റ് സിമിലർ ഗ്രാഫുകൾ തന്നെയാണ്. 1/t എക്സ് ആക്സിസിൽ, log k y ആക്സിസിൽ. ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഉറപ്പായിട്ടും സ്ട്രേറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ആൻഡ് സ്ലോപ്പ് എന്തായിരിക്കും?
സ്ലോപ്പ് നേരത്തെ -EA/R മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാവശ്യം -EA/2.303 × R വരും. ആൻഡ് y ഇന്റർസെപ്റ്റ് ഇസ് log A. അപ്പോൾ ഇത്രയും ഗ്രാഫുകൾ പഠിച്ചാൽ കെമിക്കൽ കൈനറ്റിക്സിലെ ഗ്രാഫ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിനുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇങ്ങനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, ദ സ്ലോപ്പ് ഓഫ് അരീനിയസ് പ്ലോട്ട് ln(k) വേഴ്സസ് 1/t. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫാ ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനസ് -5 × 10⁻³ ആണെങ്കിൽ, അതായത് സ്ലോപ്പാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗ്രാഫ് നമ്മൾ വരച്ചത്? എങ്ങനെ നമ്മൾ വരച്ചത്? 1/t വേഴ്സസ് ln(k)യുടെ ഗ്രാഫ്, അവൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -EA/R ആയിരുന്നില്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് -EA/Rൻ്റെ വാല്യൂ അല്ലേ എന്ത്? -5 × 10⁻³ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ EA/R എന്ന് പറയുന്നത് 5 × 10⁻³ അല്ലേ. അതെ, ഇനി എന്താ കാണേണ്ടേ? ആക്ടിവേഷൻ എനർജിയാണ് കാണേണ്ടത്. സോ EA, ആക്ടിവേഷൻ എനർജി EA ഈസ് ഈക്വൽ ടു 5 × 10⁻³ × R. ആറിൻ്റെ വാല്യൂ ചോദ്യത്തിലുണ്ടല്ലോ. 5 × 10⁻³ × Rൻ്റെ വാല്യൂ എത്രയാ? 8.314. നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എത്ര കിട്ടും? 41.5 × 10⁻³ ജൂൾസ് എന്ന് കിട്ടും. നമുക്ക് കിലോ ജൂളിലാണല്ലോ വേണ്ടത് അല്ലേ. അപ്പോൾ 41.5 കിലോ ജൂൾ എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വേറൊരു ചോദ്യം. The given plot represents the variation of concentration of a reactant R with a time for two different reactions 1 and 2. The respective orders of the reactions. ഒന്ന് ടൈം വേഴ്സസ് ln(R). അപ്പോൾ ടൈം വേഴ്സസ് ln(R) എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ln(R) അഥവാ log R ഈസ് ഈക്വൽ ടു -KT പ്ലസ് log R0. ഇതിനെ ബേസ് ചെയ്തിട്ടാ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. രണ്ടാമത്തേതോ ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ ഓഫ് R. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു -KT പ്ലസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത് 0th ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ദിസ് ഇസ് 0th ഓർഡർ. അപ്പോൾ 1 and 0. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഗ്രാഫുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ ഈസി ടോപ്പിക്കാണ്. പക്ഷേ ഗ്രാഫുകളും അത് ഏത് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യവും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകാൻ പാടില്ല. സോ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.